ഇതിന്റെ അകത്താണ് ഞാൻ എന്റെ എല്ലാ സാമഗ്രികളും ഇട്ട് വെച്ചിട്ടുള്ളത്. ഓണതിന് മുന്നേ ഇവിടെ കുറച്ച് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്താ ഓ എന്റെ അമ്മ എന്നെ ചോദിച്ചു കുടിക്കാൻ വെക്കാനല്ല കുടിക്കണം. ഓക്കെ, ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. പോവാ. സൺഡേ, സാറ്റർഡേ, ഫ്രൈഡേ. ജസ്റ്റ് കിറ്റിംഗ് ഗൈസ്, ഇതെല്ലാം കോമഡിക്ക് പറയുന്നതാണ്. അയ്യോ, ഇപ്പൊ തന്നെ ടൈം ഒരു 12:42 ആയിട്ടുണ്ട്. ദിസ് ഇസ് ദ പെർഫെക്റ്റ് ടൈം ഫോർ ഡു ദിസ് വീഡിയോ. അപ്പൊ ഈ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയ ഒരു കണ്ടീഷനാണ്. എനിക്ക് പീരീഡ്സിന്റെ സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഡേ എനിക്ക് അത്ര കുഴപ്പമില്ല, പെയിൻ ഉണ്ടായിരുന്നു, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല. ഞാൻ പിന്നെ ഇതുമായിട്ട് ഭയങ്കര ബോധോടോ അല്ലെങ്കിൽ ഭയങ്കര കെയർ ചെയ്യുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. പീരീഡ്സ് വരും പോവും, പെയിൻ ഉണ്ടാവും, അതും ഇറ്റ്സ് ഓക്കെയാണ്. ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യും. എനിക്ക് മാക്സിമം സഹിക്കാനായിട്ട് പറ്റാറുണ്ട്. പറ്റാത്ത ടൈമും ഉണ്ട്. ആ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കും, അല്ലാതെ ചുമ്മാണ്ട് ഇരിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെയിൻ കൂടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ്. പക്ഷെ പീരീഡ്സ് ടൈമിൽ എൻ്റെ ഒരു ഡേ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ഈ പീരീഡ്സ് കഴിയുന്നവരെയുള്ള വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഒരു ലോങ് വീഡിയോ, ഇതും ലോങ് വീഡിയോ ആണ്. ലാസ്റ്റ് ഞാനൊരു ലോങ് വീഡിയോ ഇടാം. എന്താന്ന് വെച്ചാൽ ഞാൻ എന്നെ ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ എനിക്ക് വേണ്ടി പരീക്ഷിച്ച സംഭവങ്ങൾ എനിക്ക് എത്രത്തോളം യൂസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അത് യൂസ്ഫുൾ ആയിരുന്നോ എങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ഇതുവരെയും പീരീഡ് ടൈമിന് കെയർ ചെയ്തിട്ടില്ല. ഇന്നത് കഴിച്ചാൽ പെയിൻ മാറും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ പെയിനിന് ഒരു ആശ്വാസം കിട്ടും, അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റ് കഴിക്കും. അത് എനിക്ക് നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ആ ടൈമിന് എനിക്ക് കഴിക്കുമ്പോൾ ചെറിയൊരു സന്തോഷം കിട്ടാറുണ്ട്. ഞാൻ കാണിക്കാൻ പോകുന്നത് പീരീഡ്സ് ടൈമിലെ ഡേ ഇൻ മൈ ലൈഫ്. അത് കഴിഞ്ഞിട്ട് ഒരു ഡേ എക്സ്ട്രാ, ഒരു ഡേ പീരീഡ്സ് ഇല്ലാത്തുള്ള ഒരു ഡേ, ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നോർമലി എങ്ങനെയാണോ അങ്ങനെയാണ്. പക്ഷെ ഒരു വ്യത്യാസമേ കാണിക്കാറുള്ളൂ, അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ പല്ല് മുന്നേ ചായ കുടിക്കും. അതിന്റെ ഹാബിറ്റായി മാറി. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ഷുഗർ അവോയ്ഡ് ചെയ്യണം, പാല്, ചായ ഉറക്കണം. പക്ഷെ എന്നെ കൊണ്ട് ഇത് രണ്ടും പറ്റാറില്ല. ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷെ ഇത് രണ്ടും. ഷുഗർ ഞാൻ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുകൊണ്ട്. പക്ഷെ എന്നെ കൊണ്ട് ചായ ഒഴിവാക്കാൻ പറ്റണില്ല. രാവിലെ എണീറ്റ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്തോ പോലെ തോന്നി. പക്ഷെ അത് കുടിച്ചു വരുമ്പോൾ ഓക്കെ ആവും. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചിട്ട് വരാം. രാവിലെ ചായ കുടിക്കാൻ ഞാൻ ഈ ഗ്ലാസ് ആട്ടോ ഉപയോഗിക്കാറ്, ചെറിയ ഗ്ലാസ്. അപ്പം ചായ കുടിക്കാനൊരു പോക്ക്, പല്ല് തേക്കാൻ ഒരു പോക്ക്, കുളിക്കാനായിട്ട് പോകുന്നു. പക്ഷെ കുളിക്കാൻ പോയില്ല. സമയം ഒരുപാടായതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് കുളിക്കാൻ പോവാം, ഇല്ലെങ്കിൽ നല്ല ലേറ്റാവും. എനിക്ക് ഫുഡ് കറക്റ്റ് ടൈമിന് കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണിപ്പോൾ. സോ എണീറ്റാൽ എനിക്ക് ഉടനെ കഴിക്കണം. അപ്പം നല്ല ചെമ്പാവിൻ്റെ ചിരട്ടപ്പുട്ട്, പക്ഷെ ചിരട്ടയിലല്ല, അതിൻ്റെ കൂടെ മീൻകറി നന്നായിട്ട് മുങ്ങിയിട്ട് വേണം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. അപ്പൊ ഇന്ന് സൺഡേ ആണ്. സൺഡേ ഓൾവേസ്, സൺഡേ, സാറ്റർഡേ, ഫ്രൈഡേ, ഈ 3 ഡേയ്സും എൻ്റെ ഹെയർ വാഷ് ഡേയ്സ് ആണ്. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ പീരീഡ്സ് ആവാന്ന് പറയുന്നത് ഏക ആശ്വാസം. പീരീഡ്സ് ടൈമിൽ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ എനിക്ക് അങ്ങനെ ചെയ്യണതാണ് ഇഷ്ടം. അപ്പൊ ഇന്നലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇന്നലെ പക്ഷെ ഹെയർ വാഷ് ചെയ്തില്ല. പക്ഷെ എനിക്ക് മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഹെയർ വാഷ് ചെയ്തില്ല, ബോഡി വാഷ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇന്ന് ഹെയർ വാഷ് ചെയ്യാൻ പോകാം. അപ്പൊ ഇന്നലെ ചെയ്യാനായിട്ട് ടൈം ഉണ്ടായില്ല, കാരണം ഒരു സ്ഥലം വരെ പോകാനുള്ളതുകൊണ്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെ ഹെയറിലെ കണ്ടില്ലേ, നല്ല തെറ്റുണ്ട്, ടാങ്കിൾസ് ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഉണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോ എന്റെ ഹെയർ ഇത്ര തന്നെ ആയിരുന്നല്ലേ, ഞാൻ അല്ലേ, അത് കുറച്ച് എന്തോ നിങ്ങൾ വെച്ചിട്ടില്ല, കുറച്ച്. പിന്നെ ഞാൻ ഹെയറിന്റെ ഇവിടെയും ഹെയർ കളർ ചെയ്ത് സ്വന്തമായിട്ട് പണി വാങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല, കിടന്നുണ്ട്. അപ്പൊ ഇതിന് ഹെയർ വാഷ് ഡേ ആയതുകൊണ്ട്. പക്ഷെ പീരീഡ്സ് ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹൈജീൻ ആണ്. അതിന് ഹെയർ വാഷ് ചെയ്യണമെന്നില്ല, ബോഡി വാഷ് ചെയ്ത് നന്നായിട്ട് കെയർ ചെയ്താണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കോമ്പാക്ടാ യൂസ് ചെയ്യണം. ഇത് മീഷോന്ന് മേടിച്ചതാണ്. ഹോൾ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യാന്ന് വിചാരിച്ചിരുന്നതാണ്, ബട്ട് ഇപ്പൊ കാണിക്കേണ്ടി വന്നു. അപ്പൊ ഇത് ആണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കോമ്പ്. എനിക്കിങ്ങനെ ഭയങ്കര നല്ല ചുരുണ്ട മുടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്ട്രേറ്റ് ഹെയർ ആകുമ്പോൾ അതും ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കേൾ ഹെയർസ് ആണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ കേൾ ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ച് കെട്ടുമ്പോൾ നമുക്ക് ഒരുപാട് ചെയ്യണ്ട. ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഒരു ക്ലിപ്പ് ഇട്ടാൽ മതി, സംഭവം കഴിഞ്ഞു. പക്ഷെ സ്ട്രൈറ്റ് ഹെയർ ആണെങ്കിൽ ഒരുപാട് നമുക്ക് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാൻ പറ്റും, ഒരുപാട് ഹെയർ സ്റ്റൈൽ. ഓക്കെ, അപ്പൊ നമ്മൾ തെറ്റ് കളയാണ്. എന്നും രാത്രി ഞാൻ ഹെയറിലെ ടാങ്കിൾസ് ഒക്കെ കളഞ്ഞിട്ടാണ് കിടക്കാറ്, അതുകൊണ്ട് അത്ര വലിയ ടാങ്കിൾസ് ഒന്നും ഇല്ല. പിന്നെ ഈ കോമ്പറ്റ് വലിക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷൻ കാര്യങ്ങളൊന്നും തോന്നില്ല. പിന്നെ വേവി ഹെയർസ് ഉള്ളവർ മെയിൻ ആയിട്ട് ഇങ്ങനത്തത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ബ്രഷ് വെച്ചിട്ടും ഹെയർ ഇങ്ങനെ ചെയ്യാം, പക്ഷെ എനിക്കത് അത്ര താല്പര്യമില്ല. ഇതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പൊ ഇങ്ങനെ
ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ തന്നെ ടൈം ഒരു 12:42 ആയിട്ടുണ്ട്, അതായത് 1 മണിയാകുമ്പോൾ. പക്ഷെ പിരിച്ചാമിനാണെങ്കിലും അല്ലെങ്കിൽ എന്റെ ഡേയിൽ കുറച്ച് ചേഞ്ച് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതൊക്കെ വഴി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്ന ചേഞ്ചസ്. എന്റെ ബോഡി ലാംഗ്വേജിലായാലും എന്റെ ജ്വല്ലറി പെയർ ചെയ്യണത്, അങ്ങനെ ആക്സസറീസ് പെയർ ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ എല്ലാത്തിലും ഞാൻ ഇങ്ങനെ ഒരു അരികെ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി ചേഞ്ച് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്, അത് ഡേ ആണ്. നമ്മൾ ഒരു ദിവസം നേരത്തെ എണീക്കണം, ഇതൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നുള്ളത് ആണ് ഇനി നമ്മൾ കൊണ്ടുവരാൻ മാറ്റം. സോ ഓക്കെ, ഇന്നിപ്പോ മുടി ചീരി കഴിഞ്ഞു. എന്റെ ഹെയർ ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്തു, പിന്നെയും വളർന്നിട്ടുണ്ട്. സോ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ എല്ലാവരും ചോദിക്കും, എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് മുടി. പിന്നെ പാരമ്പര്യം എന്ന് പറയുന്ന ഒരു സാധനം അത് കറക്റ്റ് ആയിട്ടുള്ളതാണ്. എന്റെ അമ്മയ്ക്ക് നിറയെ മുടി ഉണ്ടായിരുന്നു. സോ അങ്ങനെ എനിക്ക് മുടി ഒരുപാട് കിട്ടിയത്. പിന്നെ ഞാൻ എല്ലാവരും പറയുമ്പോഴല്ല, ഞാൻ സത്യം പറഞ്ഞ ഓയിൽ ആണെങ്കിൽ, ഹെയർ ഓയിൽ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി മറ്റേ വെളിച്ചെണ്ണയാണ് തേച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഭൂമിക വെദിക്സിന്റെ ഈ ഒരു ഹെയർ ഓയിലാണ് ഞാൻ ഇപ്പോൾ തേക്കുന്നതും. ഇതൊരു 3 ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് പക്ഷേ ഇത് തേച്ചപ്പോൾ ഇടയ്ക്ക് തലവേദന എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 10 മിനിറ്റ് ഹെയറിൽ ഇട്ടിരിക്കാം, സ്കാൽപ്പിൽ ഇട്ടേക്കാവുള്ളൂ. അത് കഴിഞ്ഞാൽ നല്ലൊരു ഷാമ്പു യൂസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വേണം. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തലവേദന എടുക്കും. പിന്നെ ചിലർക്ക് അറിയില്ല, ചിലർക്ക് അത് ഇറിറ്റേഷൻ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഓയിൽസ് യൂസ് ചെയ്യില്ലെന്നാണ്. പിന്നെ ഇപ്പൊ എന്റെ കണ്ടീഷൻ തലവേദന കുറഞ്ഞിരിക്കണം. അപ്പൊ തലവേദന കൂട്ടണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് വൃത്തിക്കാൻ പോവാണ്. എന്റെ ഹെയർ ഒരു ഓയിലി സ്കാൽപ്പ് ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഹെയർ ഷാമ്പു ഇട്ട് യൂസ് ചെയ്താലും ആ ദിവസം മാത്രമേ ആ ഷാമ്പൂന്റെ ആ ഒരു എഫക്ട് നിൽക്കുള്ളൂ. പിറ്റേന്നും കുഴപ്പമില്ല. അതിന്റെ പിറ്റേന്നാകുമ്പോൾ പിന്നെ എന്റെ ഓയിലി ആയിട്ട് തോന്നും. അങ്ങനെയാണ് എന്റെ സ്കാൽപ്പ്. എന്താ ഹെയർ എന്താ ഭയങ്കര ഫ്ലസി അല്ല, നല്ല ഒരു ഇതായിട്ട് കിടക്കുന്നുണ്ട്. അതിന് കാരണം ഞാനിപ്പോ ഷാമ്പു ചെയ്തിട്ട് കണ്ടീഷണർ കൂടെ ചെയ്യാറുണ്ട്, അതാവണം. ഇപ്പൊ ഞാൻ ഹെയർ ഓയിൽ ചെയ്യാൻ പോവാണ്. ഒരല്പം മാത്രമേ എടുക്കണുള്ളൂ, ഒരല്പം മാത്രം. എന്നിട്ട് നന്നായിട്ട് ഈ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ ഇട്ട് മസാജ് ചെയ്യും. ഒരുപാടൊന്നും എടുത്ത് ഇതാക്കണ്ട, കുറച്ച് മതി. എന്താ ഈ ഒരു തുമ്പിലും കൂടെ ഓയിൽ അപ്ലൈ ചെയ്യും. ശരിക്കും അപ്ലൈ ചെയ്യേണ്ട, കുറച്ച് മാത്രം. നിങ്ങൾ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്താലും മതി. ഇനി അത് തൃപ്തിയില്ലെങ്കിൽ ഒരു ഡ്രോപ്പ് മാത്രം, ഇത്ര ഇട്ട് നന്നായിട്ട് ചൂടും. എന്നിട്ട് ടിപ്പിന്റെ ഇവിടെ തേച്ചു. കാരണം അവിടെ ഭയങ്കര എന്താ പറയാ ഡ്രൈ ആയിരിക്കും. കാരണം ഈ ഹെയർ കളർ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയർ ഓയിലിംഗ്. വാടി ഒന്നും നിറയ്ക്കണ്ട, മനസ്സിലായോ? കുറച്ച് മാത്രം എടുത്താൽ, ഒരുപാടൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഹെയർ ഗ്രോത്ത് ആവണമെങ്കിൽ ഹെയർ ഓയിൽ ചെയ്യണം. അതുകൊണ്ട് എല്ലായിടത്തും ഒഴിക്കുക. അപ്പൊ നാളെ മുടി മറ്റേ വരെ കിടക്കാം, അങ്ങനെയല്ല. കുറച്ച് മാത്രം, എന്തെടുത്താലും കുറച്ച് മാത്രം. ഇപ്പം ഫേസിൽ നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്ന, ട്രീറ്റ്മെന്റ് മീൻസ് നമ്മളിപ്പോ സ്പോട്ട് കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിമ്പിൾസ് മാറാനോ ആക്നി മാറാനോ എന്തെങ്കിലും തേക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് തേച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെയല്ല, കുറച്ച് എമൗണ്ട് മാത്രം എടുത്ത് അപ്ലൈ ചെയ്യുക. കണ്ടിന്യൂ ആയിട്ട് നല്ല സ്കിൻ കെയർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഹെയർ കെയർ ആയാലും കറക്റ്റ് ടൈമിന് ഫോളോ ചെയ്യാം, റിസൾട്ട് കിട്ടും. പിന്നെ ഇടയ്ക്കൊക്കെ ഹെയർ മാസ്ക് ട്രൈ ചെയ്യാൻ നല്ലതാണ്. പക്ഷെ എനിക്ക് ടൈം കിട്ടാറില്ല എന്ന് മാത്രമല്ല, അങ്ങനത്തെ സാധനമൊന്നും ഇവിടെ ഇല്ല. ആക്ച്വലി നമ്മളിപ്പോ വാടക വീട്ടിലാണ്. സോ അതുകൊണ്ട് തന്നെ മോട്ടർ ഇട്ടിട്ടുണ്ട്. സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് കേൾക്കും. കാരണം പക്ഷെ ഇതൊന്നും പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോഴേ പറഞ്ഞു പോകണം, ഇങ്ങനെ മറന്നു പോകും. അപ്പൊ ഞാൻ വാടക വീട്ടിലാണ്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാറി കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. കുറെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വാടക വീട്ടിലാണ് ഇപ്പോഴും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല, എന്നാലും വാടക വീട്ടിലാണ്. അപ്പൊ ഇവിടെ അങ്ങനത്തെ എന്താ പ്ലാൻസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു 2-3 അല്ലാത്ത ഭംഗിക്ക് വേണ്ടി നിർത്തിക്കുന്ന ചെടി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതും കരിഞ്ഞു പോകാറായി, കാരണം ശ്രദ്ധിക്കൂല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല, ശ്രദ്ധിക്കുന്ന ഒരാളല്ല. മൊത്തത്തിൽ ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ്. ഓക്കെ, അടുത്ത ചീട്ടയില്ല. അങ്ങനെ ഒന്നിനും യാതൊന്നിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അതൊന്നും തന്നെയാണ് ഈ പീരീഡ്സിന് ഞാൻ അത്ര കെയർ ആക്കാതെ അങ്ങനെ വിടുന്നത്. പക്ഷെ ബോഡി ഹൈജീന് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കെയറിങ് നിങ്ങൾ കാണുന്നത്. 10 മിനിറ്റ് മാത്രം ഇട്ടിരുന്നാൽ മതി, എന്നിട്ട് കഴുകിക്കളയുക. കൂടുതൽ ടൈം ഇടരുത് ഒരിക്കലും. ഇപ്പൊ കുറഞ്ഞാലും കുഴപ്പമില്ല, റിസൾട്ട് കുറയുന്നേ ഉള്ളൂ. പക്ഷെ കൂടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്തും അധികമായാലും അമൃതും വിഷം ഒന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ആണിത്. പിന്നെ ഞാൻ ഒരുപാട് ഹെയർ കെയർ വീഡിയോയിൽ പറയുന്ന സാധനം തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യണത്. ഇങ്ങനെ ഡൗൺ വേർഷൻ നിന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ റിസൾട്ട് അമേസിംഗ് ആണ്. ഈ ഡൗൺ വേർഷനിൽ നിന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക.
അത് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഹെയറിന് നല്ല ചേഞ്ച് ഉണ്ട്. ചില സമയത്ത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഹെയർ വളർത്താൻ കാരണം എനിക്ക് ഇതുവരെ വളരുള്ളൂ എപ്പോഴായാലും. പിന്നെയാണ് ആലോചിച്ചത്, ശരിയാണ്, ഞാൻ ഇതുവരെ വളർത്തിയിട്ട് കുറച്ചിങ്ങനെ നീണ്ടു കിടക്കുമ്പോഴത്തേക്ക് പാർലറിൽ പോയി ചിലപ്പം വെട്ടാൻ കൊണ്ടുപോകും. അപ്പോഴത്തേക്കും ഡ്രിം ചെയ്ത് വിടാനായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ പോകുമ്പോഴത്തേക്ക് അവർ മനസ്സ് മാറ്റി ലെയർ വെട്ടിക്കും എന്നെ കൊണ്ട്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഈ ഹെയർ ഇങ്ങനെ തന്നെ കടന്നോട്ടെ, ഇത് നല്ല നീളാണെങ്കിൽ ഇതുവരെ വെച്ച് വെട്ടാം. ഇപ്പൊ നീണ്ടിട്ടില്ല, ഇതുവരെ തന്നെ നിൽപ്പുണ്ട്. അപ്പൊ ഇത് ഇങ്ങോട്ട് വളരെയാണെങ്കിൽ ഇവിടെ വെച്ച് ഡ്രിം ചെയ്ത് വിടാം. അല്ലാണ്ട് ബാക്കിലത്തെ ഹെയർ ഡ്രിം ചെയ്ത് മാത്രം വിടാം. ഞാൻ ലെയർ വെട്ടണ്ട, ആ കുന്തം വേണ്ട. പക്ഷെ ഇപ്പം ഒരു ഷേപ്പില്ലാതെയാണ് കിടക്കുന്നത്. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ വളർത്തിയിട്ട് ഡ്രിം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. ഇപ്പം എന്തായാലും ഈ കഴിഞ്ഞ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ചും കൂടെ വളർന്നിട്ട് ഡ്രിം ചെയ്ത് കളയാം. അപ്പൊ ഓക്കെ അല്ലേ. എനിക്കാണെങ്കിൽ ലോങ് ഹെയർസിനോടെയാണ് കൂടുതൽ ഇഷ്ടം. ഷോർട്ട് ഹെയർസ് ഇഷ്ടമില്ല. ഷോർട്ട് ഹെയർസ് ഉള്ളവരെ കാണാൻ ഇഷ്ടമുണ്ട്. പക്ഷെ എനിക്ക് എന്റെ മുടി വെട്ടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്, സന്തോഷമുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോൾ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അമ്പമ്പോ എല്ലാവർക്കും ലോങ് ഹെയർസ്, അത് കാണുമ്പോൾ ചെറിയതൊക്കെ ശിംബാസ് ഒക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. ചിലപ്പോൾ ഭാവിയിലേക്ക് തോന്നിയ വെട്ടുമായിരിക്കും. ഇത് നല്ല ലോങ് ആയിക്കഴിഞ്ഞാൽ ഞാൻ വെട്ടൂല, എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഓവറായിട്ട് വളർത്തില്ല, എനിക്കിത് വരെ മതി. ബാക്ക് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലും ഹെയർ ആണ്, അത്രയൊന്നും. ജസ്റ്റ് കിറ്റിംഗ് ഗൈസ്, ഇതെല്ലാം കോമഡിക്ക് പറയുന്നതാണ്. വളർന്നാൽ ഭാഗ്യം. അപ്പൊ ഇതുപോലെ ഇങ്ങനെ മസാജ് ഒക്കെ ഇടക്കിടക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളെ ഹെയറിന്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവണത് അറിയാൻ പറ്റും, നല്ലോണം അറിയാൻ പറ്റും. ആ ചേഞ്ച് നന്നായിട്ട് മസാജ് ചെയ്യാം. ഇപ്പൊ ഈ ഹെയർ ഓയിൽ തന്നെ വേണമെന്നില്ല, ഏത് ഹെയർ ഓയിൽ ഇട്ട് തേച്ചാലും നല്ല മസാജിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. എന്ന് വെച്ചാൽ എന്നും കൊടുക്കണമെന്നല്ല, ഈ ഹെയർ ഓയിലിംഗ് ചെയ്യണ ദിവസം പിന്നെ രാത്രി ടൈമിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് മസാജ് ചെയ്യും. അതിപ്പം നിങ്ങൾ അതിന് വേണ്ട മെനക്കെടണ്ട. ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ മസാജ് ചെയ്തിരിക്കും. വേറൊരാൾ ചെയ്ത് തന്നാൽ അത്രയും സുഖം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ. ഇനി നമുക്ക് കുളിച്ചിട്ട് വരാം. ഓക്കെ. ഈ ടൈമിൽ ഞാൻ എപ്പോഴും ബോഡി വാഷ് ചെയ്യാറുണ്ട്, ഹെയർ വാഷ് ചെയ്തില്ലെങ്കിലും. ഹെയർ വാഷ് അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല പീരീഡ്സ് ടൈമിൽ. ആ സമയത്ത് മേല് കഴുകണയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് ചെയ്യാണ്ടിരിക്കരുത്. ഓക്കെ, അതിപ്പോ പീരീഡ്സ് ടൈമിലാണെങ്കിലും അല്ലെങ്കിലും. പിന്നെ എനിക്കിവിടെ കുറെ ബേബി ഹെയർസ് ഉണ്ട്, കണ്ടോ. അത് ആദ്യം ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് ലോങ് ആയിട്ടുണ്ട്. എനിക്ക് അതിലും സന്തോഷമുണ്ട്, കണ്ട. അതിന്റെ കാര്യം ഈ ഭൂമിക വെഡിക്സ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 months ഒക്കെ ആയിട്ടുണ്ട്. 3 months അല്ല, ഇതിൽ കൂടുതലായിട്ടുണ്ട്. ഒരു 4 months എങ്കിലും ആയിട്ടുണ്ടായിരിക്കും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി എനിക്ക് റിസൾട്ടും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലൊരു ഓയിലാണ്, പ്രൊമോഷൻ അല്ല, നല്ലൊരു ഓയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണമെങ്കിൽ കമന്റ് ഇട്ടാതെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിന്റെ ഡീറ്റെയിൽസ്. ആൻഡ് ഇതിലൊരു കോൺടാക്ട് നമ്പർ മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. ആ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അവർ ലിങ്ക് അയച്ചു തരും. ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മേടിക്കാം. വെച്ചിട്ട് പിന്നെ തലവേദനക്കാരാണ് നീര് എന്ന് വെച്ചാൽ ഇങ്ങനെ എണ്ണ മാറ്റി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേഷൻ വല്ലതും ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോഴേ പറഞ്ഞേക്കുവാണ്, നല്ല തലവേദന ഉണ്ടാവും, സഹിക്കാൻ പറ്റൂല. അതെല്ലാം ഓർത്ത് വേണം യൂസ് ചെയ്യാൻ. ഏത് എണ്ണ ട്രൈ ചെയ്താലും അത് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് അത് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാക്കും. ഓക്കെ. അപ്പൊ കൂടുതൽ സമയം ഇട്ടിരിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് പോയി ഹെയർ വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പൊ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് ഗായ്സ്. ഇപ്പോഴാണ് ഒരു സുഖം കിട്ടിയത്, ഒരാശ്വാസം കിട്ടിയത്. ഓക്കെ. ആൻഡ് ഇനി ഇനി കുറച്ച് വെള്ളം കുടിക്കണം. കുറെ നേരമായിട്ട് ദാഹിക്കണു. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്. കുറച്ച് വെള്ളം ബോട്ടിലൊക്കെ എടുക്കാൻ വേണം, ഇല്ലെങ്കിൽ വന്ന് കോരി കുടിക്കാൻ മടിക്കും. മറ്റേതാകുമ്പോ വെള്ളം ബോട്ടിലല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കും. എന്നാ ഒരു കാര്യം, ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ലിപ് ഗ്ലോസ് മാത്രമേ ഇടാറുള്ളൂ. അത് നമുക്ക് ഒരുങ്ങുമ്പോൾ കാണിച്ചു തരാം, മുടിയൊക്കെ ഉണക്കിയിട്ട്. നേരത്തെ കാണിച്ചില്ലേ ചായ ഗ്ലാസ്, അതിനെക്കാട്ട് കുറച്ചും കൂടെ വലുപ്പമാണ്. നിങ്ങൾ വിചാരിക്കാം അതിലായിരിക്കും പിന്നെ കുടിക്കണം, അതുകൊണ്ട് നമുക്കിത് വാഷ് ചെയ്തിട്ടാണ്. ഞാൻ ഈ ഒരു ബോട്ടിലാണ് വെള്ളം എടുക്കുന്നത്. കണ്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബോട്ടിലും കൂടെയാണ് ഇത്. ഒരിടത്ത് അടങ്ങിയിരിക്കൂലല്ലോ. എപ്പോഴും ഇങ്ങനെയൊന്നുമല്ല, ചില സമയത്ത്. കാരണം എപ്പോഴും വീട്ടിലിരിക്കും, പുറത്തെവിടെയെങ്കിലും പോവല്ലോ. അപ്പൊ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും ഫ്രഷ് ജ്യൂസ് അങ്ങനെയൊക്കെയാണ് കുടിക്കാറ്. ചിലപ്പോൾ മാത്രം കൊണ്ടുവന്ന വെള്ളം കുടിക്കും. കൂടുതലും പുറത്തായതുകൊണ്ട് ജ്യൂസൊക്കെയാണ് വാങ്ങിച്ചു കുടിക്കാറ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് തുടങ്ങിയ ഒരു ഹാബിറ്റാണ് ഫ്രഷ് ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് കഴിക്കുക. അതാകുമ്പോൾ ഹെൽത്തി ആണല്ലോ.
അതിൽ വേറൊക്കെ ചേർക്കും, എന്നാലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് കഴിക്കും. ഞാൻ ഇത് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ, ഇത്രേ എടുത്തിട്ടുള്ളൂ വെള്ളം. ഓക്കെ, സീറ്റ് കൊണ്ട് ജപിക്കാൻ വെക്കാനല്ല, കുടിക്കണം. ഓക്കെ, ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. അപ്പോ സോ ഇതിവിടെ ഇരുന്നോട്ടെ, സോ അല്ല, ഓക്കെ, ഇതിവിടെ ഇരുന്നോട്ടെ. കുളിക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കച്ചറയാവാറുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചു? നമുക്ക് ഹെയർ ഒക്കെ ഒന്ന് ക്ലിയർ ആവണതിന് മുന്നേ ഇവിടെ കുറച്ച് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്താ, ഓ എന്റെ അമ്മ എന്നെ ചോദിച്ചു. നമ്മള് ഇവിടെ സെറ്റിയിലാണ് കിടക്കാറ്. അപ്പൊ അവിടെ ഇത് ഈ ഒരു സംഭവമൊക്കെ എടുത്ത് മാറ്റും. ഈ ഒരു സംഭവമൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് നല്ല വിശാലമായിട്ട് കിടക്കും. ഇവിടെ അമ്മ, ഇവിടെ ഞാൻ കിടക്കും. അപ്പൊ രാവിലെ അത് ഞാൻ കുളിച്ചിട്ട് വന്ന് അടുക്കൊക്കെ വെക്കാന്ന് വിചാരിച്ചു. പറഞ്ഞിട്ടാ പോയത്, എന്നിട്ട് അടുക്കി വെച്ചു. ചീറ്റി. ഓക്കെ, നമുക്ക് മുടി ഉണക്കാം, പിന്നെ അല്ലറ ചില്ലറ സ്കിൻ കെയർ ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്തായാലും ഇപ്പൊ സ്കിൻ കെയർ ചെയ്താൽ ഉള്ള പ്രശ്നം, പിന്നെയും ടു മച്ച് പ്രോഡക്ട്സ് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ലൈറ്റ് ആയിട്ടാണ് എണീറ്റത്. ഫേസിലൊന്നും തന്നെ ഇല്ല, തലേദിവസം നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത്, ഞാൻ പിന്നെ ഇന്നലെ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഇനി പോകാമോ? ഓക്കെ, സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പൊട്ടിട്ട് ലിപ് ഗ്ലോസും കൂടെ ഇടാണ്. ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ലിപ് ഗ്ലോസ് മാത്രമാണ് ഇടാറ്, ലിപ്സ്റ്റിക് ഒന്നും ഇടാറില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ ഐലൈനർ വെച്ചിട്ടാണ് പൊട്ട് കുത്താറ്. ചില സമയത്ത് നമ്മൾ എന്താ ചെയ്യാ, പൊട്ട ഓൾറെഡി ഉണ്ട്, അപ്പൊ അതൊക്കെ വെച്ച് പൊട്ടൊക്കെ കുത്തും, മാച്ച് ഇങ്ങനെ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് വെച്ചാണ് പൊട്ട് കുത്തിയിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ അകത്താണ് ഞാൻ എന്റെ എല്ലാ സാമഗ്രികളും ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പൊ ഐബ്രോ ഫില്ല് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, ബ്രൗൺ കളർ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ബ്രൗൺ കളറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എനിക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടി, ബ്ലാക്ക്. പക്ഷെ കുറച്ച് പാടാണ്. അങ്ങനെ നമ്മള് ഐബ്രോ ഫില്ല് ചെയ്തു. ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഫേസ് കിട്ടും. ഞാനല്ലതാവും. ഓക്കെ, അങ്ങനെ ഒരു ഫേസ്. അപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞ ലിപ് ഗ്ലോസ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ വീഡിയോയിൽ നോക്കിയപ്പം കുറച്ച് ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമുള്ളത് പോലെ ഒരു ഫീൽ. എന്താ പറയുന്നു, കുറച്ച് ലിപ്സ്റ്റിക് ഇടാല്ലേ, കുറച്ച് മാത്രം, വളരെ കുറച്ച്. എനിക്കറിയാം, ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ഇച്ചിരി പൊടിക്ക് കളർ വേണം, എന്നാൽ ടു മച്ച് പ്രൊഡക്റ്റ് ആവാനും പറ്റില്ല. അപ്പൊ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ട ചെറുതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ, ഡാബ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ലിപ് ഗ്ലോസ് ഇടാം. ഞാനിവിടെ ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലൈറ്റ് ഇല്ലാതെ കൊള്ളായിരിക്കും. എന്നാലും കുഴപ്പമില്ല. കിടക്കട്ടെ. കണ്ണാടി ഒന്നും തുടച്ചില്ല, മിററൊക്കെ കച്ചറായിട്ട് കിടക്കുന്നുണ്ട്, നന്നായിട്ട് ഇതിലറിയാൻ പറ്റുന്നുണ്ട്. ഉച്ചയ്ക്ക് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വിഷയമാണോ, ഞാൻ തന്നെയല്ല പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ലിപ് ഗ്ലോസ് ഇടാണ്. ഞാൻ കുറെ നടക്കുള്ള ജസ്റ്റ് ഇങ്ങനെ മാത്രം ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ ലിപ് ഗ്ലോസ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാ. പക്ഷെ ഇതിന്റെ റേറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ആൻഡ് ഡാം ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിപ് ഗ്ലോസ്, ഇത് ഞാൻ പതുക്കെ മുതലെടുപ്പ് നടത്തിയതാണ്. അനിയൻ ഒരു ഹാങ്ങർ മേടിക്കലാണ്. ഹാങ്ങർ അല്ല, ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെക്കുന്ന, അത് ഞാൻ വേണമെങ്കിൽ ഇടയ്ക്കെപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ ആ സ്റ്റാൻഡ് മേടിക്കാനിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഓ ശരിയെന്ന്. എന്നിട്ട് അതിന്റെ ഇതിന്റെ റേറ്റും കൂടെ ഒരുമിച്ച് ചേർത്ത് അതിന്റെ റേറ്റ് ഒക്കെ അങ്ങനെ മുതലെടുത്ത്, എന്നിട്ട് ഓർഡർ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ അമ്മ, ഞാൻ ഒരു ലിപ് ഗ്ലോസ് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പിന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തായാലും മുഖത്തൊന്നും ഇട്ടിട്ടില്ലാത്തോണ്ട് ഒരുമാതിരി തോന്നുന്നുണ്ട്, അതുകൊണ്ട് സിറം അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഡേം ടോക്കിന്റെ 2% സാലിസിലിക് ആസിഡ് ആണ് എടുക്കുന്നത്. ഇത് വന്നിട്ട് ഹെൽപ്പ് റെഡ്യൂസ് ആക്നി, ബ്രേക്ക്ഔട്ട്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഫേസ് സിറം. പക്ഷെ എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് നിറയെ ഇപ്പൊ വന്നിട്ടുണ്ട്, ഇങ്ങനെ പൊട്ടുപൊട്ടായിട്ട് വന്നിട്ടുണ്ട്. അത് മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യില്ലെന്ന് ഏതാണ്ടോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ട്, അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം കേട്ടാ. എല്ലാ ഫേസ് ഫുള്ള് ഇത് തന്നെ മതി. ഓക്കെ, നമ്മളത് സിറം അപ്ലൈ ചെയ്തു. ഫേസിലെ മേക്കപ്പും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെയർ ഉണക്കണം. ഹെയർ ഓൾറെഡി ഇത് വെച്ചിട്ട് ജസ്റ്റ് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. പീരീഡ്സ് ടൈം, മൂഡ് സ്വിങ്സ് ആണ് മെയിൻ
എല്ലാരെ കൊണ്ട് എല്ലാം കൺട്രോൾ ചെയ്യാം, പെയിൻ എല്ലാം. പക്ഷെ മൂഡ് സ്വിങ്സ് വന്നു കഴിഞ്ഞാൽ എന്റെ നഖം പൊട്ടി ഗൈസ്. അയ്യോ നഖം പൊട്ടി, നോക്ക് പൊട്ടി, പൊട്ടട്ടെ അങ്ങോട്ട്. ഞാനിപ്പോ അങ്ങനെ കെയർ ചെയ്യാറില്ല കൂടുതൽ, അതുകൊണ്ട് കട്ടിയില്ല, ഒട്ടും കട്ടിയില്ല. ചില സമയത്ത് എനിക്ക് നീട്ടി വളർത്താൻ തോന്നും, ചില സമയത്ത് നഖം വേണ്ടെന്ന് തോന്നും. ഓരോ സമയം മുടി എനിക്കിങ്ങനെ ആക്കിയാലും സമാധാനം വരും. എല്ലാരും പറയും ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ മതി എന്ന്. അങ്ങനെ ആക്കിയാൽ ഒന്നും പോവൂല വെള്ളം, സത്യം പറഞ്ഞ. ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ആ മെത്തേഡ്. സ്പോർട്സ് മാത്രമേ ഉള്ളൂ. എല്ലാരും പറയാൻ മുഖത്ത് ഭയങ്കര പിമ്പിൾസ് ആണ്. എനിക്ക് പക്ഷെ നോക്കുമ്പോ അതൊന്നും കുഴപ്പമില്ല. പിന്നെ തടി വെച്ച് കഴിച്ചിട്ട് എന്താ, നേരത്തെ എന്റെ വീഡിയോ, ഇപ്പത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് തടി വെച്ചിട്ടുണ്ട്. എല്ലാം അധ്വാനമല്ല, ഇതൊരു ഈസി ഹെൽത്തി ആണോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഈസി വേയിൽ തടി വെച്ചതാണ്. സോ അതിന്റെ കൂട്ടത്ത് വയറ് വെച്ചു, അതുകൊണ്ട് കുറച്ച് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ആലോചിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ലൈഫ് സ്റ്റൈല് കുറച്ച് ചേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന്. സോ യെസ്, അപ്പൊ ഇത്രയും സംസാരിച്ച് തൊണ്ടയിലെ വെള്ളം പറ്റി വെള്ളം കുടിക്കണം. ഓക്കെ, മുടി ഇങ്ങനെ കണ്ട കുഞ്ഞു ബേബി ഹെയർസ് ആണ്. അത് ഇച്ചിരി വളർന്നു വന്നെങ്കിൽ ചില വീഡിയോസിലും ഫോട്ടോസിലും ഇതൊക്കെ അഴുക്കാണെന്ന് തോന്നിപ്പോ. അങ്ങനെ ഓ സോ റെസ്റ്റ് എടുക്കാൻ സമയമുള്ള ഗൈസ്. അപ്പൊ നമ്മളൊരു സ്ഥലം വരെ പോവാണ്, ഒരുങ്ങാൻ. ഫൈനലി ഞാൻ എന്താണ് ടീഷർട്ട് ഇട്ടിട്ട് പിന്നെ മാറ്റി, കാരണം മുടി ഇങ്ങനെ വാരിക്കെട്ടാൻ പറ്റൂല. മുടി ഇപ്പൊ കുളിച്ചതല്ലേ ഉള്ളൂ, സോ ഉണങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്തിട്ട് ഇങ്ങനെ കിട്ടാം. അപ്പൊ അതിന് ഈ ഡ്രസ് തന്നെയാണ് കൊള്ളാം. സോ യാ, എന്നെ കണ്ടാ നിങ്ങള് ജസ്റ്റ് ഒരു ക്ലിപ്പ് മാത്രം വെക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഇച്ചിരി പൊടിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം, ഇച്ചിരി പൊടിക്ക്. ഡയബാണ്. ഓക്കെ, ഇത്ര മാത്രം ചെയ്തു. ഓക്കെ ഓക്കെ, ഞാൻ മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഇയറിങ്സും കൂടെ എടുത്തിട്ട ലുക്ക് കംപ്ലീറ്റ് ആയി. ഇയറിങ്സും ഒരു വാച്ചും കിട്ടാം അല്ലേ. ഇനിയിപ്പോ പെട്ടെന്ന് പുറത്ത് പോകുമ്പോഴത്തേക്ക് ഈ കമ്മലാണ് ഞാൻ ഇടാറ്. ഓക്കെ, ഇനി വാച്ചും കളയുക. ഇത്രേ ഉള്ളൂ, നമ്മൾ റെഡിയായി. അത് മമ്മി മമ്മി മിനോ മിനോ നമുക്ക് നമുക്ക്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് വല്ലതും കഴിച്ചിട്ട് പോവാം. കുറച്ച്, വളരെ കുറച്ച് എമൗണ്ടിൽ ചോറെടുത്തിട്ട് കഴിക്കാണ് കേട്ടോ. എല്ലാരും ഉള്ളപ്പോ എനിക്ക് മൈക്ക് ചാർജ് ചെയ്യാനോ ഇതിൽ ആ ഒരു കേബിൾ ചാർജ് ചെയ്യാനോ പറ്റില്ല. കേബിൾ അല്ല, അഡാപ്റ്റർ ചെയ്യാനോ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ വെക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പം പോയിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങൾ പറയാം. ഇതിപ്പോ ലൈഫിന്റെ പാർട്ടായി മാറിയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീട് നോക്കി പോവാ, ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാതിരിക്കുക, അങ്ങനെയൊക്കെ. എന്നാണാവോ ഫിക്സ് ചെയ്യാ. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. അത് കുറേ സമയം. അങ്ങനെ നമ്മൾ പോയിട്ട് വന്നു ഗൈസ്. എന്നിട്ട് വരുന്ന വഴിക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഓക്കെ, അങ്ങനെ മേടിച്ചൊരു സാധനമാണ് ഈ ഒരു സാധനം. അപ്പൊ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഓൾറെഡി മേടിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചത്. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പേഴ്സിമൺ ഫ്രൂട്ട് എന്നാണ് ഇതിന്റെ പേര്. കണ്ടോ ഇതൊരു പംകിന്റെ ഒരു ചോട്ട പോലെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട് പക്ഷെ കാണാനായിട്ട്. വാഷ് ചെയ്തിട്ട് വരാം. എല്ലാരും പറയുമ്പോൾ നമ്മൾ സാനിറ്റൈസർ അടിച്ചോ ഹാൻഡ് വാഷ് വെച്ചോ അല്ല, നോർമലി വാഷ് ചെയ്തിട്ട് വരാം. ഭയങ്കര വൃത്തി അങ്ങനെ അല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല.
നമ്മളിപ്പോൾ കഴിക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസ് ആയാലും ഡ്രിങ്ക് ഐറ്റംസ് ആയാലും എന്ത് തന്നെ ആയാലും ഒട്ടും സേഫ് അല്ല, ഒട്ടും സേഫ് അല്ല. സോ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ ഫ്രണ്ടില് ഇതെനിക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാനേ തോന്നുള്ളൂ. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. തോട് കളയണം എന്നാണ് കേട്ടിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഐ തിങ്ക് ഓവറായിട്ട് പഴുക്കുന്നത് നല്ലതല്ലെന്നും കേട്ടിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് അടുക്കളയൊക്കെ കയറുമ്പോൾ കൈ മുറിഞ്ഞേക്കാം, പക്ഷെ മുറിഞ്ഞില്ല. ഓക്കെ, തമാശകളാ. നമുക്കിത് കട്ട് ചെയ്യാൻ പെട്ടെന്ന്. നിങ്ങളും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും, ഞാനും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്യാൻ നോക്കണതിന് മുമ്പ് ഒരു പ്ലേറ്റ് എടുത്ത് അളഞ്ചാൻ പറഞ്ഞാൽ കൊച്ചു കൊച്ചു പീസ് ആക്കണം, എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. കൊള്ളാം, ഞാനിവിടെ അതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ട് റിയാക്ഷൻ നോക്കാം. ഓക്കെ, കഴിച്ചു നോക്ക്. എന്തോ ടേസ്റ്റ് പപ്പായ. അവൻ എങ്ങനെയായിരിക്കും എന്നറിഞ്ഞൂടാ. ഫ്രൂട്ട് ഇല്ല അല്ല, ഒരെണ്ണം ടേസ്റ്റ് ചെയ്തത് എങ്ങനെയുണ്ട്? എന്തോ ടേസ്റ്റ്? അമ്മ പറഞ്ഞു പപ്പായയുടെ ടേസ്റ്റ് എന്ന്. അമ്മ പറഞ്ഞു പപ്പായയുടെ ടേസ്റ്റ് ഉണ്ടെന്ന്, അവൻ പറഞ്ഞ് വെള്ളം പോലത്തെ ഒരു ടേസ്റ്റ് ആണെന്ന്. ഓക്കെ, ഇനി നമുക്ക് കഴിച്ചു നോക്കിയാലോ. ഇത് പപ്പായ അല്ല, കടിക്കുമ്പോ പപ്പായയുടെ ആ ഇത്, പിന്നെ അതിന്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് ഒരു ഫ്രൂട്ടിനോടെയും കോമ്പിനേറ്റ് ചെയ്യാനും പറ്റുള്ള അങ്ങനെ ഒരു ടേസ്റ്റ്. കുഴപ്പമില്ല, കഴിക്കാം, അത്രയാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഷെയ്ക്ക് അടിച്ച് കുടിക്കാനാ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു ദിവസം ഷെയ്ക്ക് അടിച്ച് കുടിക്കാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ ഡയറി മിൽക്ക് ടിവിയുടെ സൗണ്ട് വെക്കുന്നത്. അങ്ങനെ ഞാൻ എന്റെ ഡയറി മിൽക്ക് ഒക്കെ കഴിക്കാണ്. പീരിയഡ്സ് ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യണത് ഇങ്ങനെ ഡയറി മിൽക്ക് കഴിക്കുന്നതാണ്. പിന്നെ ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, ഞാൻ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഉണ്ടാവും. പക്ഷെ വൈകിട്ടാകുമ്പോൾ ഇത് തന്നെയാണ് പരിപാടി, എന്തെങ്കിലുമൊക്കെ കഴിച്ച് സമാധാനത്തോടെ ഇരിക്കുക. ഇടയ്ക്ക് നട്ട്സും സാധനങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ സമയം പോയി. പിന്നെ ചായ കുടിച്ച് ഫുഡ് അടിച്ച് കിടന്നുറങ്ങി. ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ പിന്നെന്താ ഒരു ലൈക്ക്, അത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.